പ്രിയപ്പെട്ട എല്ലാവർക്കും PS വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ അല്ലേ. അപ്പോൾ മാങ്ങ നമ്മൾ കൊഴിഞ്ഞു പോവും, കുറേ പഴുത്തു പോവും, പിന്നെ നമുക്ക് കുറേ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നും. അങ്ങനെ മാങ്ങകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് പഴുപ്പിക്കാൻ ആവശ്യത്തിന് മാങ്ങ വെച്ചതിന് ശേഷം അത് നമുക്ക് ഇതേപോലെ തുറമാങ്ങയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ തുറമാങ്ങ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കുന്ന രീതി തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം, അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിനി തുറമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി മാങ്ങ പറിച്ചെടുക്കുക എന്നുള്ളതാണ്. വീട്ടിലുള്ള കോമാങ്ങ തന്നെയാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് മാങ്ങകൾ വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളത് നല്ല ഒരു വലിയ വട്ടയിലാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം അത്ര തന്നെ വെള്ളവും പാർന്ന് നമ്മളത് അടുപ്പത്ത് വെച്ച് നന്നായി തീ കത്തിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് ഈ നിറത്തിലായിട്ട് നമുക്ക് കിട്ടും. അത് നന്നായി വെന്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ച് ഞെക്കി നോക്കിയാൽ മനസ്സിലാവും, പഴുത്ത മാങ്ങ പോലെ അത് അമർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അതിൽ നിന്ന് വെന്ത് കഴിഞ്ഞാൽ കോരിയെടുക്കുക. അത് നമ്മൾ കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ അമർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ അമർന്നിട്ട്. അതിന് ശേഷം നമുക്ക് അത് മൂന്ന് കഷ്ണങ്ങളാക്കണം. ഒരു മാങ്ങ 3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ 2 സൈഡും 2 ഭാഗവും അതിൻ്റെ അണ്ടി വേറെയും അങ്ങനെ 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് അത് മുറിച്ചെടുക്കേണ്ടത്. അത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് നമുക്ക് ഉപ്പ് തേച്ചിട്ട് തന്നെ നമുക്ക് വെക്കാം. ഇനി അല്പം മഴയുടെ പ്രശ്നങ്ങളും അധികം വെയിലില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് ഉണക്കിയെടുക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കല്ലുപ്പാണെങ്കിൽ അത് പൊടിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടാക്കി വറുത്തിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ഓരോരോ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കണം. നല്ല കട്ടിയിൽ തന്നെ ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആദ്യം ഒന്ന് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഉപ്പ് തേക്കുന്ന നമ്മൾ രാത്രിയാകുന്ന സമയത്ത് ഉപ്പ് അലിഞ്ഞ് അതിലേക്ക് വെള്ളം ആവാനും അത് നാശാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ആദ്യം ഒന്ന് ഉണക്കിയത്. ഇനി നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഉപ്പ് തേച്ചിട്ട് മുറിച്ച ഉടൻ തന്നെ ഉപ്പ് തേച്ചിട്ട് നമുക്ക് ഉണക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമ്മൾ ഉപ്പ് തേച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടി നന്നായിട്ട് ഉണക്കിയെടുക്കണം. ശരിക്കും ഉപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്നത്. ഇനി നമ്മൾ പൂർണ്ണമായിട്ടും ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. ഒരു വെയിലിൻ്റെ തോതനുസരിച്ച് നമുക്കൊരു 2 ദിവസം 3 ദിവസങ്ങളിലൊക്കെ നമ്മൾ വെച്ചാൽ തന്നെ ഏകദേശം നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് 3-4 ദിവസത്തിൻ്റെ ഉണക്കിന് ശേഷം നമുക്ക് ഈ ഒരു കോലത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് ചെയ്യാനുള്ളത്, അതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഇനി നമുക്കതിൻ്റെ മസാലകൾ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 200 ഗ്രാം കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം, ഒന്ന് ചൂടാക്കി പൊടിപ്പിക്കാനാണ്. ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് പെരിഞ്ജീരകമാണ്, വലിയ ജീരകം. അതൊരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതും ശരിക്കൊന്ന് വറുത്ത് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ചെറിയ ജീരകമാണ്. അതും പൊടിക്കാൻ തരത്തിലാക്കിയിട്ട് അതും നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുകയാണ്. അടുത്തത് ഒരു 4 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവയും വറുത്ത് പൊടിക്കാൻ പാകമാക്കി നമ്മൾ അതിലേക്ക് ചേർക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാനാണ്, മസാലയിലേക്ക് ചേർക്കാൻ കുറച്ചുകൂടി ഉപ്പ് ഒന്നുകൂടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 200 ഗ്രാം മുളക് പൊടിയാണ്. അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മുളക് പൊടി വറക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കണം. മുളക് പൊടി അടിയിൽ പിടിക്കാനും പെട്ടെന്ന് കറുത്തു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം അത് ചൂടാക്കിയെടുക്കാൻ. ലേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന്
അടിച്ച് ഒരു പൊടി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊരു മസാല ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉപ്പിലേക്ക് നമ്മുടെ മുളക് പൊടി കൂടി ഒന്ന് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് തേക്കേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളെടുത്ത് ആദ്യം നമ്മളൊരു അണ്ടി എടുക്കുന്നു. അതിന് 2 ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ അതിൽ പൂപ്പൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മസാല അടിച്ച് കയറ്റുക, മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അണ്ടി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ 2 ഭാഗങ്ങളെടുത്ത് അണ്ടിയുടെ 2 ഭാഗത്തും വെച്ച് ഇതേപോലെ ഒരു മാങ്ങ രൂപത്തിലാക്കി നമ്മളതിലേക്ക് ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ഏകദേശം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല ബക്കറ്റോ അല്ലെങ്കിൽ നല്ല അടച്ചു വെക്കാൻ പറ്റുന്ന കാറ്റ് കയറാത്ത ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് നന്നായി അടുക്കി വെച്ചതിന് ശേഷം നമുക്കിനി അത് നന്നായിട്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിന് നല്ല ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറിന്റെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ പല രീതിയിൽ ഇത് ഇങ്ങനെ നേരിട്ട് കഴിക്കും. അതുപോലെ തന്നെ ചിലപ്പോ പിന്നെ തൈര് മിക്സ് ചെയ്തിട്ട് ഞെവടി അങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ കാന്താരി മുളക് അതൊക്കെ മിക്സ് ചെയ്തിട്ട് പല രീതിയിലും കഴിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പിന്നെ കൂട്ട് അതും പലരും പല രീതിയിലാണ്. നമ്മൾ പരീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിന്നു നോക്കാം. നല്ല ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എൻ്റെ വായൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അത്രയും ഒരു ടേസ്റ്റാണിത്. ഇതെല്ലാം കൂടി സംയോജിച്ചിട്ട് എരിവ്, പുളി, ജീരകത്തിൻ്റെയും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി മാങ്ങ നശിച്ചു പോകാതെ സൂക്ഷിക്കുക.